ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ വെജ് സ്റ്റ്യൂ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചെറിയ പ്രഷർ കുക്കർ നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഇനി എരിവിനാവശ്യമായിട്ടുള്ള 3 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം ഒന്ന് നന്നായി വഴറ്റിയ ശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത്, കൂടെ തന്നെ 1 ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത്, 2 ബീൻസ് കഷ്ണങ്ങളാക്കിയെടുത്തത് എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കട്ടി കുറഞ്ഞ 2 പാൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം പ്രഷർ കുക്കറിൻ്റെ ലിഡ് അടച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. പ്രഷർ പോയതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. പേടിക്കൊന്നും വേണ്ട, ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ എല്ലാം കൂടി മിക്സായി നല്ല രീതിയിൽ നല്ല ടെക്സ്ചറിൽ വന്നോളും. നന്നായി തിളപ്പിച്ച് എല്ലാം കൂടി യോജിച്ച് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള 1 പാൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം 1 പാൽ ചേർത്ത് കൊടുക്കാൻ. 1 പാൽ ചേർത്ത ശേഷം തിളപ്പിക്കാൻ പാടില്ല. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല, അത് 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്രൈങ് പാൻ നന്നായി ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ മൂപ്പിച്ചെടുത്ത കറിവേപ്പില ഈ നെയ്യോടുകൂടി സ്റ്റ്യൂ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ ഈ കേരള സ്റ്റൈൽ വെജ് സ്റ്റ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.